ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിയോ മെന്റർ. എൻ്റെ പേര് സൂരജ്. അപ്പൊ നമ്മൾ കുറച്ച് നാളായിട്ട് കാത്തിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനങ്ങൾ മാപ്പിംഗ് തുടങ്ങുമെന്ന്. എൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സിലാണെങ്കിലും ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിലും കുറച്ച് കുട്ടികൾ കുറച്ച് നാളായിട്ട് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരുന്നു, അല്ലെ? ഓരോ ദിവസം ഓരോ സംസ്ഥാനമായിട്ട് പഠിക്കുമെന്നും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സീരീസിലേക്ക് വന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം ഫസ്റ്റ് ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ സീരീസ് മാപ്പിംഗ് സീരീസ് തുടങ്ങുകയാണ്. നമ്മുടെ കേരള പി എസ് സി ഫോളോ ചെയ്യുന്ന, കേരള പി എസ് സിക്ക് പഠിക്കുന്ന ഏത് സ്റ്റുഡന്റിനും LGS, VLGS, ഏത് LDC, അതുപോലെ LP, UP, അതുപോലെ ഡിഗ്രി ലെവൽ എക്സാം, CPO എക്സാം, എല്ലാവർക്കും ഒരുപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്ന, ഇന്ത്യൻ ജോഗ്രഫി ഉള്ള എല്ലാ എക്സാംസിനും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സീരീസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാപ്പിലൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, കേരള പി എസ് സിക്ക് ഇന്ത്യൻ ജോഗ്രഫിയിൽ മാപ്പിലൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഓരോ വീഡിയോയിലും ഓരോ സംസ്ഥാനങ്ങളുമായിട്ടാണ് ഞാൻ വരുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ 28 സ്റ്റേറ്റ്, അപ്പോൾ 28 ദിവസങ്ങളിലായിട്ട് 28 ഓരോ ദിവസങ്ങളിൽ ഓരോ സംസ്ഥാനമായിട്ടായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോ എങ്ങനെ മാപ്പ് നോക്കും എന്ന് അറിയാത്ത കുറെ പേരുണ്ട്. മാപ്പ് സ്വാഭാവികമായിട്ടും ചുമ്മാ നമ്മൾ പോയി നോക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയല്ല, കേരള പി എസ് സി എക്സാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ മാപ്പ് നോക്കണം, ഓക്കെ? അപ്പൊ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ രണ്ട് റൂൾ എന്നൊന്നും പറയാൻ പറ്റില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന രണ്ട് റൂൾസ് ആയിട്ട് പറയാം. അതായത് ഈ രണ്ട് പോയിന്റ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തില് ഇന്ത്യൻ ജോഗ്രഫി മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് കേരള പി എസ് സിക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്തിട്ട് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഈ രണ്ട് നിയമങ്ങൾ, റൂൾസുകൾ എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് 5 മിനിറ്റ് എ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം മാപ്പ് ഒരു 5 മിനിറ്റ് നിങ്ങൾ നോക്കുക. ഡെയിലി വളരെ റിലീജിയസ്ലി നിങ്ങൾ ഈ ഒരു മാപ്പ് 5 മിനിറ്റ് ഓരോ സംസ്ഥാനങ്ങളായിട്ട് ഓരോ ദിവസം നോക്കുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ഈ ഒരു ജോഗ്രഫി മാത്രമല്ല കറണ്ട് അഫയേഴ്സിൽ നിന്നും GK റിലേറ്റഡ് ആയിട്ടുള്ള പല ടോപ്പിക്സ് നിന്നും നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 5 മിനിറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ കൂടുതൽ സമയം മാപ്പിൽ സ്പെൻഡ് ചെയ്യാൻ പാടില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൂടുതൽ മാപ്പിൽ സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മറന്നുപോകും. കാരണം ഒരുപാട് ഇൻഫർമേഷൻ ഉള്ള ഒരു പീസ് ഓഫ് പേപ്പർ ആണ് മാപ്പ് എന്ന് പറയുന്നത്. നമുക്ക് മാപ്പിൽ മാക്സിമം ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 7-8 മിനിറ്റോ മാക്സിമം സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ ഒരു ദിവസം. അതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഒരു സംസ്ഥാനം ഒരു ദിവസം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലം ഒരു ദിവസം എന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക. എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, ഒരു ദിവസം നമ്മൾ മാപ്പിനായിട്ട് ഇരിക്കും, എന്നിട്ട് എല്ലാ സ്ഥലങ്ങളും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലൂടെ ഓടിപ്പോകും, അല്ലെങ്കിൽ 2 ദിവസമായിട്ടിരിക്കും. ഇങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല മാപ്പിംഗ്. മാപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ദിവസം ഓരോ സംസ്ഥാനം, ഇപ്പൊ കേരള ജോഗ്രഫി ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഓരോ ദിവസം ഓരോ ജില്ലകളായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഈ രീതി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഓർമ്മശക്തി കൂട്ടാനും അതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, യെസ്. അപ്പൊ ഈ രണ്ട് റൂൾസുകളും എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പൊ നമ്മൾ ഒരു സംസ്ഥാനത്തെ കുറിച്ച് 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഒരു സംസ്ഥാനം, അതുപോലെ ആ സംസ്ഥാനം ഒരു ദിവസം കൊണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ള ഇത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോ വാട്ട് ടു സ്റ്റഡി എന്താണ്, ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോവാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാപ്പിൽ നമ്മൾ എന്ത് പഠിക്കണം, വാട്ട് ടു സ്റ്റഡി. മാപ്പിൽ നിങ്ങൾ ഏതൊരു സംസ്ഥാനം നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ കേരള ജോഗ്രഫിയിൽ ഒരു ജില്ലയാണ് നോക്കുന്നതെന്ന് വിചാരിക്കുക, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ 1 by 1 ആയിട്ട് നോക്കിയാൽ മതി. ഫോർ എക്സാമ്പിൾ, ഒരു സംസ്ഥാനം നോക്കുവാണെങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ആ സംസ്ഥാനത്തിന്റെ അതിർത്തിയാണ്, അല്ലെ? ആ സംസ്ഥാനത്തിന് മറ്റേതൊക്കെ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി ഉണ്ടെന്ന് നമ്മൾ നോക്കണം, അല്ലെ? ഇപ്പോ കേരള, അതുപോലെ തമിഴ്നാട്, അതുപോലെ കർണാടക, 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തിയുണ്ട്, അല്ലെ? അതേപോലെ ഒരു സംസ്ഥാനത്തിന് ഏതൊക്കെ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി ഉണ്ടെന്ന് നോക്കുക. ഇതിനുശേഷം നമ്മൾ ആ സംസ്ഥാനത്തിന് ഏതെങ്കിലും രാജ്യങ്ങളുമായിട്ട് അതിർത്തി ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. രാജ്യാന്തര അതിർത്തി അല്ലെങ്കിൽ അന്താരാഷ്ട്ര അതിർത്തി, ഇന്റർനാഷണൽ ബോർഡർ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഗുജറാത്തിനാണെങ്കിൽ നമ്മൾ ഗുജറാത്ത് പഠിക്കുമ്പോൾ പാകിസ്ഥാന്റെ അതിർത്തി കാണും, അല്ലെ? അതുപോലെ രാജ്യാന്തര അതിർത്തി എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇനി അടുത്തത്, ഒരു സംസ്ഥാനം നോക്കുമ്പോൾ തീർച്ചയായും നമ്മൾ നോക്കേണ്ട കാര്യം എന്താ? ആ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ്, അല്ലെ? ക്യാപിറ്റൽ സിറ്റി.
ക്യാപിറ്റൽ സിറ്റി മാത്രമല്ല, ചിലപ്പോ ആ ഒരു സംസ്ഥാനത്തിന് ഒന്നിൽ കൂടുതൽ നഗരങ്ങൾ ആ സംസ്ഥാനത്തിൽ ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കേരളത്തിന്റെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അതേ സമയത്ത് നമുക്ക് കൊച്ചി എന്ന് പറഞ്ഞിട്ടുള്ള വളരെ വലിയ, കേരളത്തിലെ ഏറ്റവും വലിയ നഗരം നമുക്ക് എറണാകുളം ജില്ലയിൽ കൊച്ചിയിൽ കാണാൻ പറ്റും അല്ലെ. അപ്പോ മറ്റേതെങ്കിലും നഗരങ്ങൾ ആ സംസ്ഥാനത്ത് തന്നെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി നമ്മൾ നോക്കേണ്ടത് ആ സംസ്ഥാനത്തില് ഒരു മാപ്പ് നോക്കുമ്പോൾ നമുക്ക് അതില് നീല വരകളായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? നദികൾ കാണാൻ പറ്റും അല്ലെ. അപ്പൊ ആ സംസ്ഥാനത്തിലെ നദികൾ നിങ്ങൾ നോക്കുക. പിന്നെ തടാകങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണം. തടാകങ്ങളോ, ഇപ്പൊ കേരളം പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ ആണെങ്കിൽ കായലുകൾ, ലഗൂൺസുകൾ, ഇപ്പോ അതുപോലെ രാംസാർ തണ്ണീർത്തടങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ ഉണ്ടെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് നോക്കി വെക്കുക. പിന്നെ നമ്മൾ ആ സംസ്ഥാനത്ത് നോക്കേണ്ട ഒരു കാര്യമാണ് ജോഗ്രഫിയാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പർവ്വതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം. പ്രധാനപ്പെട്ട കൊടുമുടിയോ പർവ്വതങ്ങളോ ഏതെങ്കിലും തരത്തില് ഈ ഒരു സംസ്ഥാനത്തുണ്ടോ എന്ന് നമ്മൾ കൃത്യമായി നോക്കിയിരിക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സംരക്ഷിത വനമാണ്. ഒരു സംസ്ഥാനത്തിൽ ഏതെങ്കിലും സംരക്ഷിത വനം എന്ന് വെച്ചാൽ എന്താ? ദേശീയ ഉദ്യാനങ്ങൾ. നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ ഒരു മാനിന്റെയൊക്കെ പിക്ചർ കൊടുത്തിട്ട്, ഒരു സിമ്പൽ കൊടുത്തിട്ട് താഴെ എഴുതിയിട്ടുണ്ടാവും അല്ലെ. എന്താണ്? മുത്തങ്ങ വന്യജീവി സങ്കേതം. അല്ലെങ്കിൽ ഒരു കടുവയുടെയൊക്കെ ഒരു പിക്ചർ കൊടുത്തിട്ട് താഴെ എഴുതിയിട്ടുണ്ടാവും പെരിയാർ കടുവാ സങ്കേതം, അല്ലെങ്കിൽ കാസിരംഗ ടൈഗർ റിസർവ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട സംരക്ഷിത മേഖലകൾ, അതായത് അതിൽ എന്തൊക്കെ വരാം? അതില് ദേശീയ ഉദ്യാനങ്ങൾ വരാം, അതുപോലെ വന്യജീവി സങ്കേതങ്ങൾ വരാം. അപ്പോ വന്യജീവി സങ്കേതങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കുക. അതുപോലെ കടുവാ സങ്കേതങ്ങൾ വരാം, ഇതല്ലാതെ ബയോസ്ഫിയർ റിസർവും വരാം. ബയോസ്ഫിയർ റിസർവ്. അപ്പോ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷിത മേഖലകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാപ്പിൽ നോട്ട് ചെയ്യണം. ഓക്കെ. ഇനി ഏറ്റവും അവസാനത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ സ്പെഷ്യൽ ഫീച്ചർ അല്ലെ, സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തെങ്കിലും കാണുവാണെങ്കിൽ അത് നോക്കുക. ഇപ്പൊ ഹിമാലയത്തിൽ ഒരു സംസ്ഥാനമാണ് നോക്കുന്നതെങ്കിൽ, ഇപ്പോ നമ്മൾ ഏതെങ്കിലും അരുണാചൽ പ്രദേശാണ് നോക്കുന്നതെങ്കിൽ അരുണാചൽ പ്രദേശിൽ നമുക്ക് ചുരങ്ങൾ കാണാൻ പറ്റും അല്ലെ. ബോണ്ടില, ഭൂംല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചുരങ്ങളുണ്ട്. ചുരങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്പെഷ്യൽ ഫീച്ചേഴ്സിൽ നോക്കും. അല്ലെങ്കിൽ ഇപ്പോ കോസ്റ്റൽ ഏരിയ അഥവാ തീരപ്രദേശമുള്ള ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനമാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? തുറമുഖങ്ങൾ കാണാൻ പറ്റും. അപ്പൊ തുറമുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കുക. വിമാനത്താവളങ്ങളോ NHO അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ നോക്കുക. ഓക്കെ. എന്തെങ്കിലും സ്പെഷ്യൽ ഫീച്ചർ കാണുവാണെങ്കിൽ അത് നോക്കുക. അത് മാത്രമേ നിങ്ങൾ അല്ലെങ്കിൽ എന്താണ്, ഹിമാലയത്തിലെ സംസ്ഥാനങ്ങളാണെങ്കിൽ സുഖവാസ കേന്ദ്രങ്ങൾ, ഹിൽ സ്റ്റേഷൻസ് കാണാം. അപ്പൊ ഹിൽ സ്റ്റേഷൻസ് ഏതൊക്കെയാണെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഒരു 6 7 അല്ലെങ്കിൽ ഒരു 8 വിവരങ്ങൾ മാത്രമേ ഒരു ദിവസം പഠിക്കുന്നുള്ളൂ ഒരു സംസ്ഥാനത്തിൽ നിന്ന്. അത് തന്നെയാണ് കേരള PSC 90% ഒരു സംസ്ഥാനത്ത് നിന്ന് ഇന്ത്യൻ ജോഗ്രഫിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്ന് നമ്മൾ ഒരു മാപ്പിൽ നോക്കേണ്ടത് എന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്തു. ഇനി നമുക്കൊരു സംസ്ഥാനം എടുത്താലോ? അപ്പൊ നമ്മൾ ഈ മാപ്പിംഗ് സീരീസിന്റെ ആദ്യത്തെ സംസ്ഥാനത്തിലേക്ക് പോകുവാണ്. അതായത് നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തെ സംസ്ഥാനമായ ഹിമാചൽ പ്രദേശാണ്. ഇപ്പൊ നമുക്ക് ഏറ്റവും വടക്കേ അറ്റത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശ് ആണ്. ജമ്മു ആൻഡ് കാശ്മീരിന് സംസ്ഥാന പദവി പോയിട്ട് ഇപ്പൊ അത് 2 യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും വടക്ക് നിന്ന് നമുക്ക് തെക്കോട്ടേക്ക് 1 by 1 ആയിട്ട് ഓരോ സംസ്ഥാനങ്ങളിലായിട്ട് പോകാം. ഓക്കെ. അപ്പൊ ആദ്യം നമുക്ക് ഹിമാചൽ പ്രദേശ് ആണ് എടുക്കുന്നത്. നിങ്ങൾ ഈ മാപ്പിൽ തന്നെ നോക്കിയേ. ഈ മാപ്പിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഇന്ത്യയുടെ സംസ്ഥാനമാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ നോക്കാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ പറയൂ. ലിസ്റ്റ് ചെയ്തതല്ലേ ഓൾറെഡി? യെസ്. ആദ്യം നമ്മൾ നോക്കുന്നത് ഇതിന്റെ അതിർത്തിയാണ് അല്ലെ. അതിർത്തിയാണ്. ഹിമാചൽ പ്രദേശിന് ഏതൊക്കെ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി ഉണ്ടെന്ന് നോക്കാം. ആദ്യം നമുക്കറിയാം, ഇവിടെ പഞ്ചാബുമായിട്ട് ഒരു അതിർത്തി കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഹരിയാനയായിട്ട് അതിർത്തി കാണാൻ പറ്റുന്നുണ്ട്. പഞ്ചാബ്, ഹരിയാന. ഇവിടെ ഉത്തരാഖണ്ഡുമായിട്ട് അതിർത്തി കാണാൻ പറ്റുന്നുണ്ട്. യെസ്. ഇനി ഇവിടെയായിട്ട് UPയുമായിട്ട് വളരെ ചെറിയൊരു അതിർത്തി ഹിമാചൽ പ്രദേശ് പങ്കിടുന്നുണ്ട്. പല ആൾക്കാരും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണിത്. അതായത് UP ആയിട്ട് ഹിമാചൽ പ്രദേശിന് അതിർത്തി ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. UP ആയിട്ട് വളരെ ചെറിയൊരു അതിർത്തി നമുക്ക് പങ്കുവെക്കുന്നതായിട്ട് നമുക്ക് തെക്ക് ഭാഗത്തായിട്ട്, ഹിമാചൽ പ്രദേശിന്റെ ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ 4 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തിയുണ്ട്. അപ്പൊ മുകളിലുള്ള 2 പേരാരാ? യൂണിയൻ ടെറിട്ടറികളാണ് അല്ലെ. വടക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്നത് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ഏതൊക്കെയാണ്? ഒന്ന് ജമ്മു ആൻഡ് കാശ്മീരും 2 ലഡാക്കുമാണ്. അപ്പൊ നമ്മൾ അതിർത്തിയിലെ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. യെസ്. സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ അതിർത്തിയിലെ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ആദ്യത്തത് തീർച്ചയായും നമ്മൾ പഠിച്ചു, പഞ്ചാബ് ആണ്.
പഞ്ചാബ് കഴിഞ്ഞാൽ ആരാണ്? ആ നമ്മുടെ ഹരിയാനയാണ്. ഹരിയാന. ഹരിയാന കഴിഞ്ഞാൽ ആരാണ്? യു പി. യു പി കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡാണ്. അപ്പൊ 4 സംസ്ഥാനങ്ങളുമായിട്ട് എന്തിന് അതിർത്തിയുണ്ട്? നമ്മുടെ ഹിമാചൽ പ്രദേശിന് അതിർത്തിയുണ്ട്. ഇനി യൂണിയൻ ടെറിട്ടറീസ് നോക്കിക്കഴിഞ്ഞാൽ, കേന്ദ്രഭരണ പ്രദേശം നോക്കിക്കഴിഞ്ഞാൽ, ഹിമാചൽ പ്രദേശിന് 2 കേന്ദ്രഭരണ പ്രദേശമായിട്ടാണ് അതിർത്തിയുള്ളത് അല്ലെ? ഏതൊക്കെയാണ്? ജമ്മു ആൻഡ് കാശ്മീരും അതുപോലെ ലഡാക്കുമാണ് അല്ലെ? ഓക്കെ അല്ലേ? ഇനി അപ്പൊ നമ്മുടെ സംസ്ഥാന അതിർത്തി കഴിഞ്ഞു. ഇനി മറ്റൊരു അതിർത്തി കൂടിയുണ്ട്. എന്താണ്? രാജ്യാന്തര അതിർത്തി അല്ലെ? രാജ്യാന്തര അതിർത്തി. അപ്പൊ രാജ്യാന്തര അതിർത്തി ഹിമാചൽ പ്രദേശിന് ആരുമായിട്ടാണ്? നോക്കിയേ, ഈ പിക്ചറിൽ തന്നെ നോക്കിയേ. ഹിമാചൽ പ്രദേശിന് ആരുമായിട്ടാണ് രാജ്യാന്തര അതിർത്തി? ആരുമായിട്ടാണ്? ചൈന. വളരെ സിമ്പിൾ ആണ്. ചൈനയായിട്ടാണ് ഹിമാചൽ പ്രദേശിന് ഇന്റർനാഷണൽ ബൗണ്ടറി ഉള്ളത് അല്ലെ? അപ്പൊ നമ്മൾ അതിർത്തി പരിചയപ്പെട്ടു. പക്ക സെറ്റ് അല്ലേ? ഹിമാചൽ പ്രദേശിന് ചുറ്റുമുള്ള ആരൊക്കെയാ? ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്കും വടക്ക് ഭാഗത്ത്, പഞ്ചാബ് പടിഞ്ഞാറ് ഭാഗത്ത്, ഹരിയാന പടിഞ്ഞാറ് ഭാഗത്ത്. ഇനി നമ്മുടെ തെക്ക് പടിഞ്ഞാറായിട്ട് ഹരിയാനയും യു പിയും കാണാൻ പറ്റും. ഇനി തെക്ക് കിഴക്കായിട്ട് നമ്മുടെ ഉത്തരാഖണ്ഡും കാണാൻ പറ്റും. സെറ്റ് അല്ലേ? ഇനി നമുക്ക് തലസ്ഥാനത്തിലേക്ക് പോയാലോ? ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ഹിമാചൽ പ്രദേശിന് ബേസിക്കലി 2 തലസ്ഥാനം ഉണ്ടെന്നാണ് പൊതുവെ നമ്മൾ പഠിക്കാറ്. ഒന്ന് ഷിംലയാണ്, 2 ധരംശാലയാണ്. ധരംശാല. ഇത് ഷിംല എന്ന് പറയുന്നത് നമ്മുടെ സമ്മർ ക്യാപിറ്റൽ ആണ്. നമ്മുടെ വേനൽക്കാലത്തെ തലസ്ഥാനമാണ് നമ്മുടെ ഈ പറഞ്ഞ ഹിമാചൽ പ്രദേശിന്റെ. ധരംശാല എന്ന് പറയുന്നത് വിന്റർ ക്യാപിറ്റൽ ആണ്. ഓക്കെ, അപ്പൊ രണ്ടും തലസ്ഥാനമായിട്ട് പറയാറുണ്ട്. എനിവേ നമുക്ക് വേണ്ടത് എന്താ? തലസ്ഥാനവും നഗരവുമാണ് അല്ലെ? അപ്പൊ നമ്മൾ 2 നഗരവും പഠിച്ചു. ഷിംലയും ധരംശാലയാണ് ഹിമാചൽ പ്രദേശിലെ നഗരങ്ങൾ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? പഠിച്ചല്ലോ ഹിമാചൽ പ്രദേശ്. ഇനി ഹിമാചൽ പ്രദേശിലെ നദി. ഹിമാചൽ പ്രദേശിലെ നദികളിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് സിന്ധുവിന്റെ കുറെ പോഷക നദികൾ നമ്മൾ ഹിമാചൽ പ്രദേശിലൂടെ ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ചെനാബ്, അതുപോലെ ബിയാസ്, അതുപോലെ രവി, സത്ലജ്. നമുക്കറിയാം സിന്ധുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദികൾ ഇന്ത്യയിൽ നിന്ന് ഒഴുകുന്ന, പഞ്ചാബിലൂടെയൊക്കെ ഒഴുകുന്ന നദികൾ. അതില് ചെനാബും ബിയസും രവിയും സത്ലജും നമുക്ക് പ്രധാനമായി ഹിമാചൽ പ്രദേശിലൂടെ ഒഴുകുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിൽ ബിയസ് ഒക്കെ ഉത്ഭവിക്കുന്നത് തന്നെ നമ്മുടെ ഹിമാചൽ പ്രദേശില് തന്നെയാണ്. ഇനി അടുത്ത ഏരിയയിലേക്ക്, അപ്പൊ നദികൾ പഠിച്ചല്ലോ. ചെനാബ്, ബിയസ്, രവി, സത്ലജ്. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി നമുക്ക് എങ്ങോട്ട് പോകാം? തടാകങ്ങളിലേക്ക് പോകാം. ഓക്കെ, തടാകങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മള് 2 പ്രധാനപ്പെട്ട തടാകങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഒന്ന് രേണുക ലേക്കും, 2 പോങ് ഡാം ലേക്കും. പോങ് ഡാം ലേക്ക്. ഈ 2 തടാകങ്ങളും കാണുന്നത് രേണുക തടാകവും അതുപോലെ പോങ് ഡാം തടാകവും. ഈ പോങ് ഡാം തടാകവും രേണുക തടാകവും രണ്ടും കാണുന്നത് എവിടെയാ? ഹിമാചൽ പ്രദേശിലാണ്. ഇതിൽ പോങ് ഡാം തടാകം സ്ഥിതി ചെയ്യുന്നത് ബിയസ് നദിയിലായിട്ടാണ്. ഇത് രണ്ടും ഒരു രാംസാർ തണ്ണീർത്തടം കൂടെയാണ്. രാംസാർ തണ്ണീർത്തടം കൂടെയാണ്. അപ്പൊ രണ്ടും എന്താണ്? ഒരു റാംസാർ തണ്ണീർത്തടം കൂടെയാണ്. ഇപ്പൊ ഹിമാചൽ പ്രദേശിലെ തണ്ണീർത്തടങ്ങൾ പഠിച്ചല്ലോ, തടാകങ്ങൾ പഠിച്ചല്ലോ. സെറ്റ് അല്ലേ? അടുത്ത ഏരിയയിലേക്ക് പോകാം. ഇനി നമ്മൾ പർവ്വതങ്ങളിലേക്ക് പോവാണ്. ഏതാണ്? നമ്മൾ നേരെ പർവ്വതങ്ങളിലേക്കാണ് പോകുന്നത്. പർവ്വതങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹിമാചൽ പ്രദേശില് ഹിമാലയം കടന്നു പോകുന്നുണ്ട്. ഹിമാലയത്തിന്റെ ഹിമാദ്രിയും കടന്നു പോകുന്നുണ്ട്. അതുപോലെ ലെസർ ഹിമാദ്രി എന്ന് വെച്ചാൽ എന്താ? ഗ്രേറ്റർ ഹിമാലയ, വലിയ ഹിമാലയ അല്ലെ? ഇനി ലെസർ ഹിമാലയ എന്ന് വെച്ചാൽ ഇതിനേക്കാളും ചെറിയ ഹിമാലയ അഥവാ ഹിമാചൽ ഹിമാലയം ഹിമാചൽ പ്രദേശിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇതിൽ ലെസർ ഹിമാലയെ നമ്മുടെ ഹിമാചൽ പ്രദേശിൽ വിളിക്കുന്ന പേരാണ്, 2 പേരുകളിൽ അറിയപ്പെടാറുണ്ട്. ഒന്ന് പിർപഞ്ചാൽ, അതുപോലെ കുറച്ചുകൂടി തെക്ക് ഭാഗത്ത് ദൗലധാർ എന്നാണ് വിളിക്കപ്പെടുന്നത്. ദൗലധാർ. അപ്പോ പർവ്വതങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിൽ ദൗലധാർ നിങ്ങൾക്ക് പറയാം, അതുപോലെ പിർപഞ്ചാൽ പറയാം. ജമ്മു ആൻഡ് കാശ്മീർ ബോർഡറിൽ പിർപഞ്ചാലാണ്. ബേസിക്കലി ലെസർ ഹിമാലയം ഏതാണ് ഹിമാചൽ പ്രദേശിലെന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ദൗലധാറിലേക്ക് പോകാം. പിർപഞ്ചാലിന് കുറച്ച് ഭാഗം ഉണ്ട് എന്ന് മാത്രം ഞാൻ വ്യക്തമാക്കിയെന്ന് മാത്രം. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് സംരക്ഷിത വനത്തിലേക്ക് പോയാലോ? അതെ, ദൗലധാറൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഹിമാലയം ഇതാണ് നമ്മുടെ ഹിമാചൽ പ്രദേശിലൂടെ പോകുന്ന ഹിമാലയ പർവ്വതം. ഓക്കെ, ഇനി നമുക്ക് എങ്ങോട്ട് പോവാം? നേരെ സംരക്ഷിത വനം അഥവാ ദേശീയ ഉദ്യാനങ്ങളും വന്യജീവി സംഘം ഏതെങ്കിലും പ്രധാനപ്പെട്ട കേരള PSCക്ക് ആവശ്യമുള്ളതുണ്ടോ എന്ന് നോക്കാം. PSC ക്വസ്റ്റ്യനിലൊക്കെ എപ്പോഴും ഓപ്ഷൻ ആയിട്ട് വരുന്ന ഏതെങ്കിലും ദേശീയ ഉദ്യാനം ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ പഠിച്ചു വെക്കുക.
ദേശീയോദ്യാനം, വന്യജീവി സങ്കേതം, ബയോസ്ഫിയർ റിസർവ്, ഇതിൽ ഏത് കണ്ടാലും നമ്മൾ നോട്ട് ചെയ്യണം. കടുവ സങ്കേതം. ഓക്കെ, സോ നമുക്ക് നോക്കാം. യെസ്, ഹിമാചൽ പ്രദേശിലായിട്ട് നിങ്ങൾ നോക്കിയേ, രണ്ട് പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങൾ കേരള PSC ചോദിക്കുന്ന തരത്തിലുള്ള രണ്ട് ദേശീയോദ്യാനങ്ങൾ. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോ ഏതൊക്കെയാണത്? ഒന്ന് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക്, ഒന്ന് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക്. ഓക്കെ, ഇത് കുളു താഴ്വരയിലായിട്ടാണ് വരുന്നത്. കുളു താഴ്വരയ്ക്ക് അടുത്തായിട്ടാണ് ഗ്രേറ്റ് ഹിമാലയൻ ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത്. അതേപോലെ മറ്റൊരു ദേശീയോദ്യാനം പിൻവാലി ദേശീയോദ്യാനം. ഈ രണ്ട് നാഷണൽ പാർക്കുകളും സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഇതിൽ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് കുളു താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെ? കുളു താഴ്വര, ദൈവത്തിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന കുളു താഴ്വരയിലാണ്. ഓക്കെ, ഇനി സ്പെഷ്യൽ ഫീച്ചർ ചുരങ്ങളോ തുറമുഖങ്ങളോ വിമാനത്താവളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിയാൽ വിമാനത്താവളമൊക്കെ ഉണ്ട്. കേരള PSC എപ്പോഴും ചോദിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ ചുരങ്ങളാണ്. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. എപ്പോഴും കേരള PSC ആവർത്തിച്ച് ചോദിക്കുന്ന 3 ചുരങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഏറ്റവും പ്രധാനം ഇതില് റോട്ടാങ് ചുരമാണ്, റോട്ടാങ് പാസ്, അല്ലെ? റോട്ടാങ് പാസ് അഥവാ റോട്ടാങ് ചുരം. ഈ റോട്ടാങ് ചുരത്തെ എന്താണ് ഈ കുറച്ചുകൂടി എളുപ്പമാക്കാൻ, അതിലൂടെയുള്ള സഞ്ചാരം എളുപ്പമാക്കാൻ നമ്മളിപ്പോ അടൽ ടണലൊക്കെ പണിതതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ റോട്ടാങ് ചുരം. ഇതല്ലാതെയുള്ളത് ബാരലാച്ചല ചുരമാണ്. ബാരലാച്ചല ചുരം. ഓക്കെ, ല എന്ന് വെച്ചാൽ ചുരം അഥവാ പാസ് എന്നാണ് അർത്ഥം. നിങ്ങൾക്ക് റോട്ടാങ്ല, ബാരലാച്ചല അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇതിനെ വിളിക്കാം. ല എന്ന് മീൻസ് പാസ് എന്നാണ് ടിബറ്റൻ ലാംഗ്വേജിൽ അർത്ഥം. ഇനി ബാരലാച്ചലയും റോട്ടാങ്ങും അല്ലാതെ മറ്റൊന്ന് ഏതാ? ഷിപ്കിലയാണ്. ഷിപ്കിലയും സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. അപ്പൊ 3 ചുരങ്ങളാണ് നമുക്ക് ഹിമാചൽ പ്രദേശിൽ കാണപ്പെടുന്നത്. കണ്ടില്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ ഹിമാചൽ പ്രദേശ് പഠിച്ചല്ലോ. ഒന്ന് റിവിഷൻ ചെയ്താലോ? അതിർത്തി ഏതൊക്കെയാണ്? ഏതൊക്കെ സംസ്ഥാനങ്ങളുമായിട്ടാണ്? പഞ്ചാബ്, ഹരിയാന, അതുപോലെ UP, ഉത്തരാഖണ്ഡ്. UTs ഏതൊക്കെയാണ്? കേന്ദ്രഭരണ പ്രദേശങ്ങൾ ജമ്മു ആൻഡ് കാശ്മീരും അതുപോലെ ലഡാക്കും വടക്കു ഭാഗത്തുണ്ട്. ഇനി തലസ്ഥാന നഗരം ഏതാണ്? ഏതൊക്കെയാണ്? ധരംശാലയും ഷിംലയാണ്. നിങ്ങൾക്ക് ഇതാ ധരംശാല, ഷിംല ഇവിടെ കാണാൻ പറ്റും. അതിന് തൊട്ടടുത്തായിട്ട് ധരംശാലയും നമുക്ക് കാണാം. ഓക്കെ, ഇനി അടുത്തത് നദികൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിന്ധുവിന്റെ ഒരുവിധം നദികളൊക്കെ, അതായത് ചെനാബ്, ബിയസ്, രവി, സത്ലജ്, ഈവൻ ജലത്തിന്റെ ഭാഗങ്ങളെല്ലാം ഇതിലൂടെ, ജലം നദിയുടെ ഭാഗങ്ങളൊക്കെ ഈ ഹിമാചലിലൂടെ ഒഴുകുന്നത് കാണാൻ പറ്റും. ഇനി തടാകം ചോദിച്ചു കഴിഞ്ഞാൽ 2 പ്രധാന തടാകങ്ങളുണ്ട്. ഒന്ന് രേണുക ലേക്കും, 2 പോങ്ഡാങ് ലേക്ക്. ഇത് രണ്ടും PSC എപ്പോഴും ചോദിക്കുന്നതാണ്. ഇതിൽ പോങ്ഡാങ് തടാകം എവിടെയാണ്, ഏത് നദിയിലാണെന്ന് ചോദിക്കാറുണ്ട്. പോങ്ഡാങ് തടാകം സ്ഥിതി ചെയ്യുന്നത് ബിയാസ് നദിയിലാണ്. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി പർവ്വതങ്ങൾ നമ്മൾ ഹിമാദ്രി, ഗ്രേറ്റർ, ലെസറും കാണാൻ പറ്റും. അതിൽ ലെസർ ഹിമാലയെ ഹിമാചൽ പ്രദേശിൽ വിളിക്കുന്ന പേരാണ് ദൗലധാർ. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? സംരക്ഷിത വനങ്ങൾ 2 ദേശീയോദ്യാനങ്ങളുണ്ട് ഇവിടെ. ഗ്രേറ്റ് ഹിമാലയൻ ദേശീയോദ്യാനം, അതുപോലെ പിൻവാലി ദേശീയോദ്യാനം. ഇനി ചുരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3 ചുരങ്ങൾ, റോട്ടാങ് ചുരം, അതുപോലെ ബാരലാച്ചല, അതുപോലെ ഷിപ്കില. സെറ്റ് അല്ലേ? ഇനി ഇതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ നോട്ട്സിൽ ആഡ് ചെയ്യാം. ഇപ്പോ പറയുകയാണെങ്കിൽ 2 ഹിൽ സ്റ്റേഷൻസ്, 3 ഹിൽ സ്റ്റേഷൻസ് ഞാൻ പറയാം. ഓക്കെ, അല്ലെങ്കിൽ 3 സുഖവാസ കേന്ദ്രങ്ങൾ പറയാം. ഹിമാചൽ പ്രദേശിലെ സുഖവാസ കേന്ദ്രങ്ങൾ. ഓക്കെ, സുഖവാസ കേന്ദ്രങ്ങൾ, അല്ലെ? സുഖവാസ കേന്ദ്രങ്ങൾ. അപ്പൊ സുഖവാസ കേന്ദ്രങ്ങൾ ഹിമാചൽ പ്രദേശിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കുളു ഉണ്ട്, അല്ലെ? കുളു ഉണ്ട്, അതുപോലെ മണാലി ഉണ്ട്, അതുപോലെ നമ്മുടെ ഷിംലയും നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. അപ്പൊ സെറ്റ് അല്ലേ ഹിമാചൽ പ്രദേശ്? അപ്പൊ നമുക്ക് അടുത്ത സെഷനിൽ മറ്റൊരു സംസ്ഥാനമായിട്ട് കാണാം. ബൈ, സി യു.